നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്ഭവന് 20 ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ. റിപ്പബ്ലിക് ദിനത്തിൽ പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കാൻ വേണ്ടിയാണ് രാജ്ഭവന്, അതായത് ഗവർണർക്ക് ഇപ്പോൾ സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്ഭവനിലാണ് 20 ലക്ഷം രൂപയുടെ വിരുന്ന്. അറ്റ് ഹോം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിപാടിക്ക് 20 ലക്ഷം ഫണ്ട് അനുവദിക്കണമെന്ന് രാജ്ഭവൻ ഡിസംബർ 22-ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ജനുവരി 5-ന് പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകി. തുടർന്ന് ഈ മാസം 21-ന് അധികം ഫണ്ട് അനുവദിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ വക ഉത്തരവും ഇറക്കി. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ 20 ലക്ഷം രാജ്ഭവന് ട്രഷറിയിൽ നിന്ന് ഉടൻ കിട്ടും. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കാണ് ട്രഷറി നിയന്ത്രണം. എങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ആയതോടെ 1000 രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറുന്നില്ല. ഗവർണർ, മുഖ്യമന്ത്രി ഇവരുടെ ചെലവുകൾക്ക് മാത്രമാണ് ട്രഷറിയിൽ നിന്ന് ബില്ലുകൾ പാസാക്കി കൊടുക്കുന്നത്. രാജ്ഭവനിൽ പൗരപ്രമുഖർക്കായി ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രിയും കുടുംബവും പങ്കെടുക്കുമെന്ന സൂചനകളും കിട്ടുന്നുണ്ട്. നാളെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തുന്നുണ്ട്. എന്തായാലും റിപ്പബ്ലിക് വിരുന്ന് ഒരുക്കുകയാണ് രാജ്ഭവനിൽ. അതിനായുള്ള പണം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിനായി ഒരുങ്ങുകയാണ്. എല്ലാ വർഷവും ജനുവരി 26-ന് സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ആഘോഷത്തോടെയും ഒക്കെ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നുണ്ട്. 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ, സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തൽ ചടങ്ങുകൾ എന്നിവയിലൂടെ രാജ്യമെമ്പാടും വളരെ ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഈ ദിനം കേരളത്തെ സംബന്ധിച്ച് ഇരട്ടി സന്തോഷം കൂടിയാണ്. പെൺകരുത്തിന്റെ നേർചിത്രം കൂടെ ആകാൻ ഒരുങ്ങുകയാണ് 75ാം റിപ്പബ്ലിക് ദിനം. അന്ന് കേരളത്തിലെ സ്ത്രീ ശക്തിയും പ്രകടമാകും. റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനത്തെ 12 നാഷണൽ സർവീസ് സ്കീം വോളണ്ടറിമാരാണ് പങ്കെടുക്കുക. നാരീശക്തി, റാണി ലക്ഷ്മിഭായ് ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് NSS കർത്തവ്യ പഥിൽ പരേഡ് നടത്തുക. പ്രധാനമന്ത്രിയെ കാണാൻ ഇവർക്ക് അവസരമുണ്ടാകും. ഇതിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ക്ഷണം കിട്ടിയതിന്റെ സന്തോഷത്തിലാണിവർ. പ്രധാനമന്ത്രി സ്വനിധിയിൽ നിന്ന് വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്കാണ് സംസ്ഥാനത്ത് നിന്ന് റിപ്പബ്ലിക് ദിനാഘോഷം കാണാനും പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും അവസരമൊരുങ്ങുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള പരിപാടികളാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഒരുക്കുന്നത്. ഗവർണർ തിരുവനന്തപുരത്ത് പതാക ഉയർത്തും. എന്തായാലും ജനുവരി 26-ാം തീയതിയിലേക്ക് ഒരുങ്ങുകയാണ് രാജ്യം ആ ദിനം ആഘോഷിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.